ഇങ്ങനെ ഒരു വിഷയത്തെ അഭിസംബോധന ചെയ്യേണ്ടി വരുന്നതിൽ അതിയായ വിഷമവും അമർഷവുമുണ്ട്. മഹത്തായ സവർണബോധത്തിന്റെയും താൻ പോരായ്മയുടെയും ഫലമായി ഒരു യുവനടൻ കൂടി അപമാനിക്കപ്പെടുന്നു. കലാകാരന്മാരിൽ വലിയവനും ചെറിയവനും എന്ന ടാഗുകൾ നിലനിൽക്കുന്നുവെന്ന് വീണ്ടും തെളിയിക്കപ്പെടുന്നു. MT വാസുദേവൻ നായരുടെ 9 കഥകളെ അടിസ്ഥാനമാക്കി ഒരുങ്ങുന്ന ആന്തോളജി ചിത്രമായ മനോരഥങ്ങൾ ട്രെയിലർ ലോഞ്ച് ചടങ്ങിനിടയിൽ നടൻ ആസിഫ് അലിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങാൻ വിസമ്മതിക്കുന്ന സംഗീത സംവിധായകൻ രമേശ് നാരായണന്റെ പെരുമാറ്റത്തിനെതിരായ വിമർശനങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ വലിയ തോതിലുള്ള ഐക്യദാർഢ്യങ്ങൾ ആസിഫ് അലിക്ക് നേരെ വരുമ്പോഴും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് പ്രായത്തിന്റെയും അനുഭവ സമ്പത്തിന്റെയും ന്യായം പറയുന്ന ഒരു പൊതുബോധമാണ്. മുതിർന്നവരെ ബഹുമാനിക്കണമെന്നും മുതിർന്നവരോട് എതിർത്ത് സംസാരിക്കരുതെന്നും നമ്മുടെ വീടുകളിൽ നിന്ന് പോലും തുടങ്ങുന്ന ക്ലാസ് എടുപ്പുകളിൽ ഒരിടത്ത് പോലും നിങ്ങളുടെ വ്യക്തിത്വം മറന്ന് ആരെയും ബഹുമാനിക്കേണ്ടതില്ല എന്നത് ഉൾപ്പെടുന്നില്ല. ഇത് മുതിർന്നവരിൽ ഉണ്ടാക്കുന്ന ആധിപത്യത്തിന്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ നടന്നത്. രമേശ് നാരായണന് പുരസ്കാരം സമ്മാനിക്കാൻ സംഘാടകർ വേദിയിലേക്ക് ക്ഷണിച്ചത് ആസിഫ് അലിയായിരുന്നു. എന്നാൽ ആസിഫ് അലിയിൽ നിന്ന് രമേശ് നാരായണൻ പുരസ്കാരം സ്വീകരിച്ചില്ല. മൊമെന്റോ കയ്യിൽ വാങ്ങിയ ശേഷം അത് സംവിധായകൻ ജയരാജനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന് നൽകി അദ്ദേഹത്തെ കൊണ്ട് തന്നെ തിരിച്ചു വാങ്ങിപ്പിക്കുകയായിരുന്നു രമേശ് നാരായണൻ. ആസിഫ് അലിയോട് സംസാരിക്കുകയോ മുഖത്ത് നോക്കുകയോ രമേശ് നാരായണൻ ചെയ്തിട്ടില്ല. ജയരാജ് സാറിന്റെ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ സന്തോഷ് നാരായണൻ സാർ. നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ശ്രീ രമേശ് നാരായണൻ സാറിന് ആസിഫ് അലി ഈ ഒരു പുരസ്കാരം നൽകിയിരിക്കുകയാണ്. ജയരാജ് സാറിന്റെ സിനിമയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് അദ്ദേഹമാണ്. ഒരുപാട് പുരസ്കാരങ്ങൾ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ശ്രീ രമേശ് നാരായണൻ. ആസിഫ് അലിയെ പോലെ സ്വന്തം കഴിവുകൊണ്ടും പ്രയത്നം കൊണ്ടും ലക്ഷക്കണക്കിന് പേരുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു കലാകാരനിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങാതിരിക്കാൻ അയാളെ പ്രേരിപ്പിച്ചതിലെ പ്രധാന ഘടകം നേരത്തെ പറഞ്ഞ പ്രായവും അനുഭവ സമ്പത്തും തന്നെയാണ്. ഒരു മനുഷ്യൻ തൻ്റെ അനുഭവങ്ങൾ കൊണ്ട് മറ്റു മനുഷ്യരുടെ വില മനസ്സിലാക്കുകയാണോ മറ്റു മനുഷ്യരെ അപമാനിക്കുകയാണോ ചെയ്യേണ്ടതെന്ന് സ്വയം തന്നെ വിലയിരുത്തേണ്ടതുണ്ട്. വിഷയത്തിൽ ആട്ടിയകറ്റിയ ഗർവിനോട് നീ ചിരിച്ച ചിരിയാണ് യഥാർത്ഥ സംഗീതമെന്ന് കുറിച്ച് ആസിഫ് അലിയുടെ ഒരു വീഡിയോയും ചേർത്ത് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് ഒരു പോസ്റ്റ് ഇട്ട് അമ്മയുടെ നിലപാട് പറഞ്ഞത് വിഷയത്തിലൊരു ആശ്വാസം തന്നെയാണ്. സിനിമാ മേഖലയിൽ നിന്നും രാഷ്ട്രീയ രംഗത്ത് നിന്നും നിരവധി ആളുകളാണ് ആസിഫ് അലിയെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. കലയെ മാത്രം കാണുന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ പിന്തുണയ്ക്ക് ശേഷം രമേശ് നാരായണനും ന്യായീകരണങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. അനൗൺസ്മെന്റ് ഞാൻ കേട്ടിരുന്നില്ല, ആസിഫ് അലി എനിക്ക് മൊമെന്റോ തരാൻ വന്നതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ മാപ്പ് ചോദിക്കുന്നു എന്നിങ്ങനെ പോകുന്നു ആ ന്യായീകരണം. ഇതൊരാളുടെ മാപ്പിന്റെയോ മറ്റൊരാളുടെ അപമാനത്തിന്റെയോ പ്രശ്നമല്ല. ഒരുപാട് പ്രമുഖരും കലാകാരന്മാരും ഇരിക്കുന്ന ഒരു ചടങ്ങിൽ പുരസ്കാരം വാങ്ങാൻ അർഹനായ അത്രയും തന്നെ പ്രാധാന്യമുള്ള ഒരാളുടെ മാനസിക നിലയാണ് ഇതിലെ പ്രധാന പ്രശ്നം. അതിലെ ആധിപത്യ സ്വഭാവമാണ് ഇതിലെ പ്രശ്നം. പല വേദികളിലായി RLV രാമകൃഷ്ണനും ജാസി ഗിഫ്റ്റും ഒടുവിലിപ്പോൾ ആസിഫ് അലിയും എല്ലാം അപമാനിക്കപ്പെടുമ്പോൾ വീണുടയുന്നത് പൊതുബോധം കൊണ്ട് കോട്ട കെട്ടി അതിലിരിക്കുന്ന അനേകം വിഗ്രഹങ്ങളാണ്. അത്തരം വിഗ്രഹങ്ങൾ ഇനിയും വീണുടയട്ടെ. കലയെ കല കൊണ്ട് മാത്രം മനുഷ്യർ അളക്കുന്ന കാലം വരട്ടെ.